അത് ശബരിമല പൊന്നമ്പലമേട്ടിലെ അവിടെ അതിക്രമിച്ച് കയറി പൂജ നടത്തിയ കേസിലെ ഈ നാരായണസ്വാമി അടക്കമുള്ളവരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇതിൻ്റെ അന്വേഷണം എവിടെ വരെയാണ് ബിനോയ് എത്തിയത്? മറ്റു വിശദാംശങ്ങൾ എന്താണ് ഈ വാർത്തയുടെ? പൊന്നമ്പലമേട്ടിൽ അതിക്രമിച്ച് കയറി പൂജ നടത്തിയ സംഭവത്തിലെ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. അതായത് കേരള പോലീസും ഒപ്പം വന്യജീവി വകുപ്പും സംയുക്തമായിട്ടാണ് കേസ് അന്വേഷിക്കുന്നത്. രണ്ടുപേരും രണ്ടായിട്ടാണ് കേസ് അന്വേഷിക്കുന്നതെങ്കിലും രണ്ട് സംഘവും ഒരേ കേസ് തന്നെയാണ്. ഒരേ തരത്തിലെ എഫ്ഐആറുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് വനം വികസന കോർപ്പറേഷനിലെ രണ്ടു പേരെ, അതായത് രാജേന്ദ്രൻ കറുപ്പയ്യ, സാബു മാത്യു എന്നുള്ള 2 പേരെ ഇത് സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത്. പിന്നീട് ആരിലേക്കും അറസ്റ്റ് നീങ്ങുകയോ ആരെയും ചോദ്യം ചെയ്തതിനോട് വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. വന്യജീവി വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുടെ സംഘം 3 ഗ്രൂപ്പുകളായി തിരിച്ച് തമിഴ്നാട്ടിലേക്കും തൃശ്ശൂരിലേക്കും ഒരു സംഘം ഗവിയും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണ്. അതുപോലെ തന്നെയാണ് കേസ് അന്വേഷിക്കുന്ന മൂഴിയാർ പോലീസും തമിഴ്നാട്ടിലേക്ക് പോയി എന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. എന്നാൽ നാരായണസ്വാമിയുമായി ബന്ധപ്പെട്ട ഒരു വിവരവും ഇതുവരെ ലഭ്യമായിട്ടില്ല. കാരണം ഇത് വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കേസായതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടുകൂടി ഇത് കാണണമെന്നായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആവശ്യം. ആ ആവശ്യം കൃത്യമായി മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെയാണ് പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. അത്തരത്തിൽ ഒരു കേസ് അല്ലെങ്കിൽ ആരെങ്കിലും പിടികൂടപ്പെട്ട് കഴിഞ്ഞാൽ ജാമ്യമില്ലാ വകുപ്പാണ് 3 വർഷം മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇനി നാരായണസ്വാമിയിലേക്ക് വരികയാണെങ്കിൽ നാരായണസ്വാമി ഒരു 10-15 വർഷമായിട്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട് ശബരിമലയിലേക്ക് തീർത്ഥാടകരെ കൊണ്ടുവരികയും തീർത്ഥാടകർക്ക് ആവശ്യമായ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരാളാണ്. ഇയാൾ ഇത്തരത്തിൽ ഇപ്പോൾ അവസാനമായി നമുക്ക് കിട്ടുന്ന വിവരം നാരായണസ്വാമി ഇത് ആദ്യമായിട്ടല്ല, ഇതിനു മുമ്പും പല പ്രാവശ്യങ്ങളിലും പൊന്നമ്പലമേട്ടിൽ ഇങ്ങനെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുള്ള സംഘങ്ങളുമായി എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു സൂചന കൂടി വനം വകുപ്പിന് ലഭ്യമായി എന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. കാരണം വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരല്ല ഇതിനെ സഹായിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വനം വികസന കോർപ്പറേഷനിലെ ആളുകളാണ്. കാരണം വനവികസന കോർപ്പറേഷനിലെ ആളുകളാണ് ഗൈഡുകളുടെ ജോലി ഗവി ഭാഗത്ത് ചെയ്യുന്നത്. അവർക്ക് ആ പൊന്നമ്പലമേട്ടിലേക്ക് സാധാരണഗതിയിൽ വനം വകുപ്പ് നൽകുന്ന പാതയല്ലാതെ മറ്റു പാതകളിലൂടെ എത്താൻ അവർക്കറിയാം. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും വഴികളിലൂടെ ആയിരിക്കാം ഈ നാരായണസ്വാമിയെയും സംഘത്തെയും പൊന്നമ്പലമേട്ടിൽ എത്തിച്ച് ഇത്തരത്തിലൊരു പൂജയ്ക്ക് വഴിവെച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുന്നു. മാത്രവുമല്ല നാരായണസ്വാമി തന്നെ പറയുന്നുണ്ട് ഇവർക്ക് വനം വികസന കോർപ്പറേഷനിലെ 2 പേർക്കും 3500 രൂപ വീതം കൊടുത്തു എന്നാണ് പറയുന്നത്. ബിനോയ്, വ്യക്തമാണ് കാര്യങ്ങൾ. എന്തായാലും അതിലും വലിയ രീതിയിലുള്ള അന്വേഷണങ്ങളൊക്കെ ആവശ്യമായി ഉണ്ട്. വരുന്ന മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളുമായി ബിനോയ് വീണ്ടും ചേരും.